ആയിട്ടുള്ള സിനിമയാണ്. അതാണ് എമ്പുരാനും ലൂസിഫറും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ലൂസിഫർ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും വർക്കാവത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്തു. ബട്ട് ലൂസിഫർ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു റീച്ച് കിട്ടിയത് കൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ട് എമ്പുരാൻ കൊമേഴ്ഷ്യലി ചെയ്യാനാണ്, അതായത് ലൂസിഫർ ഒരു ക്ലാസിക് രീതിയിലാണ് എടുത്തതെങ്കിൽ ഈ സിനിമയിൽ മാസ് പ്ലസ് ക്ലാസ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാണ് എമ്പുരാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ലൂസിഫറിൽ ഖുറേഷി അബ്രഹാമിൻ്റെ സീൻസ് വളരെ കുറവാണ്. ഒരു സീനോ 2 സീനേ ഉള്ളൂ ലൂസിഫറിനകത്ത്. അതുപോലെ തന്നെയാണ് എമ്പുരാനിൽ ഖുറേഷി അബ്രഹാമിനാണ് 2 സീൻസ് കൂടുതൽ, സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് 1-2 സീനിൻ്റെ ആവശ്യമുള്ളൂ. അത് തന്നെയാണ് അവർ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ളത്. ബട്ട് അത് വർക്കാവാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു വൈഡ് ടൈപ്പ് ഓഫ് ഒരു വലിയൊരു റീച്ച്